നമസ്കാരം. കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്നും കേരളത്തെ അപമാനിച്ചും എന്ന് പറഞ്ഞ് നിലവിളിച്ച കേരള സർക്കാരിനിതാ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കൈ നിറയെ സമ്മാനം നൽകിയിരിക്കുകയാണ്. കേരളത്തിൽ ഓരോ റെയിൽവേ സ്റ്റേഷന്റെയും മുഖഛായ അത്യാധുനിക രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിമാനത്താവളങ്ങളെ പോലെ സമാനമായ രീതിയിലാണ് കേരളത്തെ റെയിൽവേ സ്റ്റേഷനുകളും മാറ്റുന്നത്. കൂടാതെയാണ് കേരളത്തിന് 3042 കോടിയുടെ വമ്പൻ പ്രഖ്യാപനം അശ്വിനി വൈഷ്ണവ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. റെയിൽവേ സുരക്ഷയ്ക്കായി 1.16 ലക്ഷം കോടി രൂപ റെയിൽവേ ബഡ്ജറ്റിൽ വകയിരുത്തിയതായാണ് പ്രഖ്യാപിച്ച് അദ്ദേഹം മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനായി 50 നമോ ഭാരത് ട്രെയിനുകളും 200 വന്ദേ ഭാരത് ട്രെയിനുകളും കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 2014 മുമ്പ് വരെ, അതായത് UP സർക്കാരിന്റെ കാലഘട്ടത്തിൽ റെയിൽവേ ബഡ്ജറ്റ് പ്രത്യേകമായാണ് അവതരിപ്പിച്ചുവെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിനൊരു മാറ്റം വരുത്തി. അതായത് റെയിൽവേ ബഡ്ജറ്റും സാധാരണ യൂണിയൻ ബഡ്ജറ്റിന്റെ കൂടെ, അതായത് കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്താൻ ഒരു നിർണായകമായ ഒരു നീക്കമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയത്. കേരളത്തിന് റെയിൽ വികസനത്തിനായി 3042 കോടി രൂപ നീക്കിവെച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. റെയിൽവേയിൽ 15742 കോടി രൂപ വികസനം നടത്തി. 35 സ്റ്റേഷനുകൾ നവീകരിച്ചു. പുതിയതായി 14000 അൺറിസർവ്ഡ് കോച്ചുകൾ നിർമ്മിച്ചു. 100 കിലോമീറ്റർ ദൂരത്തിൽ നമോ ഭാരത് ട്രെയിനുകളുടെ ഷട്ടിൽ സർവീസാണ് റെയിൽവേയിൽ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. രാജ്യത്താകെ ഇത്തരത്തിൽ 50 ട്രെയിനുകൾ കൊണ്ടുവരും. 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും 100 പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും കൊണ്ടുവരുമെന്ന് അദ്ദേഹം ദില്ലിയിൽ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ നഞ്ചങ്കോട് പദ്ധതി നടത്തിപ്പിലാണ്. ഇപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ തന്നെ എത്തും. കേരളത്തിലേക്ക് ട്രെയിനുകൾ, അതായത് കൂടുതൽ ട്രെയിനുകൾ എത്തിക്കുന്നത് പരിഗണനയിലാണ് എന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ശബരി റെയിൽവേയുടെ പാതയുടെ കാര്യത്തിൽ ത്രികക്ഷി കരാർ ഏർപ്പെടാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല എന്നും ആ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു. കേരളത്തിന് 2009 മുതൽ 2014 വരെ, അതായത് UPA സർക്കാരിന്റെ കാലത്ത് ശരാശരി 372 കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ റെയിൽവേ മന്ത്രി, മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 125 കിലോമീറ്റർ പാത നിർമ്മിച്ചതായും 493 കിലോമീറ്റർ വൈദ്യുതീകരിച്ചതായും പറഞ്ഞു. സംസ്ഥാനം പൂർണ്ണമായും വൈദ്യുതീകരിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. 8 പുതിയ പാതകളുടെ പദ്ധതികൾ നടപ്പിലാണെന്നും 419 കിലോമീറ്റർ ആകെ ദൂരം വരുന്ന ഈ പദ്ധതികൾക്കായി 12350 കോടി രൂപ ചെലവ് കണക്കാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ 35 സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുന്നതിന് 2560 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. 2014 ശേഷം 114 റെയിൽ ഫ്ലൈ ഓവറുകളും പാലങ്ങളും അടിപ്പാതകളും നിർമ്മിച്ചു. 51 ലിഫ്റ്റും അതോടൊപ്പം തന്നെ 33 എസ്കലേറ്ററുകളും സ്ഥാപിച്ചു. 120 സ്റ്റേഷനുകളിൽ വൈഫൈ സംവിധാനം കൊണ്ടുവന്നു. 2 വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നതിനും നേട്ടമായതായി റെയിൽവേ മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ആലപ്പുഴ, അങ്ങാടിപ്പുറം, അങ്കമാലി ഫ്ലോർ, കാലടി, ചാലക്കുടി, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, ചിറയൻകീഴ്, എറണാകുളം ടൗൺ, ഏറ്റുമാനൂർ, ഫറൂഖ്, ഗുരുവായൂർ, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ കേരളത്തിലെ 10ഓളം റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ നവീകരണത്തിന്റെ പാതയിലാണ്. കൂടാതെ തിരുവനന്തപുരം, തൃശൂർ, തിരൂർ, തൃപ്പൂണിത്തറ, വടക്കാഞ്ചേരി, വർക്കല എന്നീ സ്റ്റേഷനുകളും അമർ സ്റ്റേഷനുകളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു. എന്നാലും സമഗ്രമായ ഒരു മാറ്റം, വലിയൊരു വമ്പൻ പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ച റെയിൽവേയുടെ ഒരു കേരളത്തിന് കൈനിറയെ റെയിൽവേക്ക് പദ്ധതികൾ കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.